ഹായ് ജിയോസ്, എല്ലാവർക്കും എജുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് STD4 സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മാത്സ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് 4ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വീഡിയോസ് ആവശ്യമാണെങ്കിൽ STD4 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകളാണ് ആവശ്യമെങ്കിൽ STD4 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. നോക്കൂ, ആക്ടിവിറ്റി 1 കലോത്സവം. The number of children in LP, UP, HS and HSS section who participated in Chandragiri sub-district Kalotsavam for 3 days are given in the table below. എന്താ പറയുന്നേ? ചന്ദ്രഗിരിയിൽ വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത UP, LP, HS, HSS വിഭാഗം കുട്ടികളുടെ നമ്പറൊക്കെ നമുക്ക് താഴെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സെക്ഷൻ നമ്പർ. LP വിഭാഗത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ നമ്പർ എത്രയാണ്? 2318. UP 1980. HS and HSS 2050. ഇത്രയും കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എ നോക്കൂ. ഹൗ മെനി മോർ ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ LP സെക്ഷൻ ദാൻ ഇൻ ദ UP സെക്ഷൻ? UPയിലേക്കാൾ എത്ര കുട്ടികൾ LP സെക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ടേബിളിൽ LP കുട്ടികളുടെ എണ്ണവും അറിയാം, UP കുട്ടികളുടെ എണ്ണവും അറിയാം. എത്രയാണ്? LP കുട്ടികൾ 2318ഉം UP കുട്ടികൾ 1980 ആണ് കേട്ടോ. അപ്പൊ അത് രണ്ടും മൈനസ് ചെയ്യാണ് ഇവിടെ ചെയ്യേണ്ടത്. മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 338 എന്ന് കിട്ടും. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കലോത്സവം? കലോത്സവത്തിൽ പങ്കെടുത്ത ടോട്ടൽ നമ്പർ, ആകെ കുട്ടികൾ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ മക്കളെ ചെയ്യേണ്ടത്? LP വിഭാഗം കുട്ടികളെയും UP സെക്ഷൻ കുട്ടികളെയും അതുപോലെ HS, HSS വിഭാഗം കുട്ടികളെയും പ്ലസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. നമുക്ക് ആ ടേബിളിൽ തന്നിട്ടുണ്ട് 2318 പ്ലസ് 1980 പ്ലസ് 2050. മൂന്നും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6348 എന്ന ആൻസർ കിട്ടും കേട്ടോ. ആകെ കുട്ടികൾ എത്രയാണ്? ടോട്ടൽ number of children equal to 6348. C question നോക്കൂ. As part of green protocol 2250 steel glasses were brought the mess hall. എന്താണ് പറയുന്നത്? ഭക്ഷണശാലയിൽ 2250 സ്റ്റീൽ ഗ്ലാസുകൾ ഉണ്ട്. The rent for each glass for 3 days is 3 rupees. ഒരു ഗ്ലാസിന് 3 ദിവസത്തെ വാടക എന്ന് പറഞ്ഞാൽ 3 രൂപയാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ റെന്റ് ടു ബി പെയ്ഡ്? ആകെ എത്ര രൂപയായിരിക്കും വാടക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എത്ര ഗ്ലാസുകൾ ഉണ്ടാകെ? 2250. ഓക്കെ, ഒരു ഗ്ലാസിന് 3 ദിവസത്തേക്ക് വാടക 3 rupees ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? Yes, total rent equal to 2250 into 3. മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? യെസ്, 6750 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്മൾ 6750 rupees ആണ് റെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 2 മാത്തമാറ്റിക്സ് ഫെയർ. Anu is preparing number chart for the school mathematics fair. എന്താണ്? അനു ഗണിതോത്സവത്തിനൊരു നമ്പർ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ദ മിസ്സിംഗ് നമ്പർ. ഇപ്പൊ മിസ്സായ നമ്പർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഫസ്റ്റ് പാറ്റേൺ നോക്കൂ. 3225, 4325, 5425. ഇപ്പൊ എത്രയോ ഒരു സംഖ്യ കൂടി വരികയാണ്, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതാണ് അല്ലേ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പാറ്റേൺ എന്താണ്? ആഡ് ചെയ്ത് കൂടി വരുന്നതാണ്. എത്രയാണ് കൂടുന്നത് എന്നെങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുകിൽ നമ്മൾ 4325 മൈനസ് 3225 ചെയ്താൽ മതി.
അതല്ലെങ്കിൽ 5425 മൈനസ് 4325 ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 1100 ആണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 5425ലേക്ക് ഈ 1100 പ്ലസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 6525 എന്ന് കിട്ടും. നെക്സ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 6525ലേക്ക് ഈ 1100 പ്ലസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 7625 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 1300, 2600, 3900. ഇവിടെ എത്രയാണ് കൂടി കൂടി വരുന്നത്? 2600 മൈനസ് 1300 ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 1300 ആണ് കൂടി കൂടി വരുന്നത് അല്ലേ. ഇനി എന്ത് ചെയ്യും നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാന്? 3900ലേക്ക് 1300 പ്ലസ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 5200 എന്ന് കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാന് 5200 പ്ലസ് 1300 ഈക്വൽ ടു 6500. നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 5555, 5666, 5777. ഇവിടെ എത്രയാണ് കൂടി കൂടി വരുന്നത്? 5666 മൈനസ് 5555 എത്രയാണ് മക്കളെ? 111 ആണ്. ഇനി 111 ആഡ് ചെയ്യാം. 5777ലേക്ക് 111 ആകുമ്പോൾ 5888 എന്ന് കിട്ടും. 5888ലേക്ക് 111 ആഡ് ചെയ്യുമ്പോൾ 5999 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. The picture pattern presented in the school mathematics fair is given below. Draw the next pattern. സ്കൂളിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ പാറ്റേൺ ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. 3 പിക്ചേഴ്സ് ആണല്ലേ ഉള്ളത്. നെക്സ്റ്റ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അടുത്ത പിക്ചർ ഏതായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. നോക്കൂ, ഞാനിവിടെ നെക്സ്റ്റ് പിക്ചർ തന്നിട്ടുണ്ട്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ആ സർക്കിളിന്റെയും അതുപോലെ ട്രയാങ്കിളിന്റെയും റെക്ടാങ്കിളിന്റെയും ഒക്കെ പൊസിഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കിട്ടും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 3, ഇലക്ട്രിസിറ്റി കൺസംഷൻ. ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഇലക്ട്രിസിറ്റിയുടെ കണക്കാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ആസ് പാർട്ട് ഓഫ് ദ സയൻസ് പ്രോജക്ട് ദ ചിൽഡ്രൻ ഓഫ് നിലവൂർ UP സ്കൂൾ വിസിറ്റഡ് ദ നിയർ ബൈ ഹൗസസ്. എന്താണ്? സയൻസ് പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിലവൂർ UP സ്കൂളിലെ കുട്ടികൾ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ സന്ദർശിച്ചു. They collected electricity meter reading for the months of June and August. അവര് ജൂൺ ഓഗസ്റ്റ് മാസത്തിലെ ഇലക്ട്രിസിറ്റി മീറ്റർ റീഡിംഗ് ശേഖരിച്ചു. The meter reading are given below. നമുക്ക് അവിടെ മീറ്റർ റീഡിംഗ് തന്നിട്ടുണ്ടല്ലേ. കംപ്ലീറ്റ് ദ ടേബിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ ആണ് കേട്ടോ. നെയിം ഓഫ് ദ ഹൗസ് ഹോൾഡർ, പിന്നെ മീറ്റർ റീഡിംഗ് ജൂൺ ഓഗസ്റ്റ്, യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂമഡ്. ഇത്രയാണ് തന്നിട്ടുള്ളത്. അവിനാഷ് 1804, ഓഗസ്റ്റ് മന്തിലേത് 1232, കൺസ്യൂംഡ് ഇലക്ട്രിസിറ്റി എത്രയാണ്? 148. ജയശ്രീ 1135, 1310, 175. രഹന 1184, ഓഗസ്റ്റ് മന്തിലേത് 1352 ആണ്. പക്ഷെ നമുക്ക് യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടില്ല അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഓഗസ്റ്റ് മന്തിലേതിൽ നിന്ന് ജൂൺ മന്ത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ എത്ര കിട്ടും? 168 എന്ന് കിട്ടും. നെക്സ്റ്റ് നോക്ക്. മേരിക്ക് എത്രയാണ്? ജൂൺ മന്തിലേത് 1221 ആണ്. ഓഗസ്റ്റ് മന്തിലേതില് 1379 അല്ലേ. പക്ഷെ നമുക്ക് യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? രഹനയുടെ കണ്ടുപിടിച്ച പോലെ തന്നെ ഓഗസ്റ്റിൽ നിന്ന് ജൂൺ മന്തിലേത് മൈനസ് ചെയ്താൽ മതി കേട്ടോ. 1379 മൈനസ് 1221 ഈക്വൽ ടു എത്ര കിട്ടും? 158 എന്ന് കിട്ടും കേട്ടോ. ഇനി അവസാനത്ത് നോക്ക്. ഷാജിക്ക് എത്ര കിട്ടി? 1199. ഓഗസ്റ്റ് മന്തിലേതില് 1327. യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് എത്ര കിട്ടി? 128. ഓക്കെ. ഇനി നോക്കൂ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുണ്ട്. ഇൻ ഹൂസ് ഹൗസ് ഈസ് മോർ ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ്. ആരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി
ആയിട്ടുള്ളത്, യൂണിറ്റ് ആയിട്ടുള്ളത് ആരുടെ വീട്ടിലാണ്? രഹനയുടെ വീട്ടിലാണ്. ഹൗ മച്ച്? 168. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇലക്ട്രിസിറ്റി ചാർജ് പെർ യൂണിറ്റ് ഈസ് 6 rupees. ഒരു യൂണിറ്റിന് 6 രൂപ വീതമാണ് കറണ്ട് ബില്ല് കൊടുക്കുന്നത്. വാട്ട് വിൽ ബി ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ഇൻ ഷാജീസ് ഹൗസ്? ഷാജിയുടെ വീട്ടില് ആകെ എത്ര രൂപയായിട്ടുണ്ടാവും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. ഷാജിയുടെ വീട്ടിൽ എത്രയാണ് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ യൂണിറ്റ്? ആകെ 128 ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു യൂണിറ്റിന് 6 rupees ആണ്. 128ന് എത്ര രൂപയായിരിക്കും? യെസ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. 128 into 6 എത്ര കിട്ടും മക്കളെ? 768 എന്ന് കിട്ടും കേട്ടോ. ഇനി ആക്ടിവിറ്റി 4 നോക്കൂ. ആക്ടിവിറ്റി 4, ബർത്ത്ഡേ കലണ്ടർ. A part of the calendar for the month of October 2023 is given below. 2023 ഒക്ടോബർ മാസത്തിലെ കലണ്ടറിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഡേറ്റ്സ് ഇൻ ദ കലണ്ടർ. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? കലണ്ടറിലെ ബാക്കി കോളംസ് ഒക്കെ ഫില്ല് ചെയ്യാനാണ് കേട്ടോ. 26 എന്ന നമ്പർ തന്നിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്, ഏത് ദിവസമാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. തേഴ്സ്ഡേ ആണ് കേട്ടോ 26. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കലണ്ടർ ജസ്റ്റ് ഒന്ന് വരച്ചാല് നമുക്ക് എങ്ങനെ കിട്ടും? അതിന് സൈഡിൽ ഞാനൊരു കലണ്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ബ്ലൂ ബോക്സിന് മാർക്ക് ചെയ്താണ് നമ്മളിപ്പോ പറയുന്ന ആൻസേഴ്സ് കേട്ടോ. എത്രയായിരിക്കും? 27 ആയിരിക്കും. 26 കഴിഞ്ഞിട്ട് 26ന്റെ മുമ്പ് 25 ആയിരിക്കും. അതിന്റെ മുകളിലുള്ള കോളം 18, 19 and 20 ആയിരിക്കും. അതിന് മുകളിലുള്ള കോളംസ് എത്രയായിരിക്കും? 11, 12 and 13 ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. October 2 ഈസ് മൺഡേ. ഒക്ടോബർ 2 മൺഡേ ആണ്. ഇന്ദുസ് ബർത്ത്ഡേ ഈസ് ഓൺ 25/10/2003. ഇന്ദുവിന്റെ ബർത്ത്ഡേ എന്നാണ്? 25-ാം തീയതിയാണ് കേട്ടോ, ഒക്ടോബർ 25-ന്. വിച്ച് ഡേ ഈസ് ഹെർ ബർത്ത്ഡേ? ഏത് ദിവസമാണ് അവളുടെ ബർത്ത്ഡേ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? October 2 എത്രയാണ്? മൺഡേ ആണ്. October 1 അപ്പോ സൺഡേ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് 1-ാം തീയതി ഏതാ ദിവസം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കലണ്ടർ എഴുതാലോ. October 31 വരെയാണ് ഉണ്ടാവുക. നമുക്ക് 1 മുതൽ 31 വരെ എഴുതി ഒരു കലണ്ടർ ഫിൽ ചെയ്യാം. അപ്പൊ നോക്കൂ, അങ്ങനെ എഴുതി ഫിൽ ചെയ്യുമ്പോൾ 25-ാം തീയതി വെനസ്ഡേ, ബുധനാഴ്ച ആയിരിക്കും കേട്ടോ. വെനസ്ഡേ ആയിരിക്കും. നോക്കൂ, മിസ് നിങ്ങൾക്ക് വേണ്ടി ഒരു കലണ്ടറിന്റെ ഫോട്ടോ അവിടെ തന്നിട്ടുണ്ട്. അതിൽ നോക്കൂ, 25th ഏതാ ദിവസം? വെനസ്ഡേ ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ സെക്കൻഡ് സാറ്റർഡേ ഓഫ് നവംബർ 2023 ഈസ് റാഫീസ് ബർത്ത്ഡേ. ഫൈൻഡ് ദ ഡേറ്റ്. അപ്പൊ എന്താണ്? നവംബർ മാസത്തിലെ 2-ാം ശനിയാഴ്ച റാഫിയുടെ ബർത്ത്ഡേ ആണ്. അത് ഏത് ഡേറ്റ് ആണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യാം? നമ്മൾ ഒക്ടോബർ മന്ത് കണ്ടുപിടിച്ചു അല്ലെ. 31 വരെ എഴുതി. 31 ഏതാ ദിവസം എന്നൊക്കെ കണ്ടുപിടിച്ചു. ഒക്ടോബർ കഴിഞ്ഞിട്ടുള്ള മാസത്തിലെ മക്കളെ നവംബർ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാലോ. അപ്പൊ നവംബർ 1 ഏതായിരിക്കും ദിവസം? യെസ്, വെനസ്ഡേ ആയിരിക്കും അല്ലെ. പിന്നെ എന്താണ്? സിമ്പിൾ അല്ലേ. 1-ാം തീയതി വെനസ്ഡേ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കലണ്ടർ വരച്ച് എഴുതി നോക്കാലോ. വെനസ്ഡേയുടെ ഭാഗത്ത് 1 എന്ന് എഴുതിയാൽ സെക്കൻഡ് സാറ്റർഡേ വരെ എഴുതിയാൽ നമുക്ക് ഏതാണ് തീയതി എന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, ഞാൻ സൈഡിൽ നിങ്ങൾക്ക് ഒരു കലണ്ടറിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. അതിൽ നോക്കൂ, സെക്കൻഡ് സാറ്റർഡേ മാർക്ക് ചെയ്തിട്ടുള്ളത് ഏത് ഡേറ്റ് ആണ്? 11 അല്ലെ. അപ്പൊ റാഫിയുടെ ബർത്ത്ഡേ നവംബർ 11-ാം തീയതി 11 ആയിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്